ഫ്രീഡം ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഫ്രീഡം ലൈഫ് വന്നിട്ടുള്ളത് ഒരു CP ചെയർ പരിചയപ്പെടുത്താനാണ്. നല്ല കുഷനിങ്ങും അതുപോലെ തന്നെ ചെസ്റ്റ് ലോക്കിങ്ങും അതുപോലെ തന്നെ ഹെഡ് റെസ്റ്റിങ്ങും റിക്ലൈനിങ്ങും ഒക്കെ വരുന്ന ഒരു CP ചെയർ, അതും ചെറിയ വീലിൽ, ഇപ്പോൾ ഒരു 12 ഇഞ്ച് വീലിൽ വരുന്ന ഒരു CP ചെയർ പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗങ്ങളും ഇതെങ്ങനെയാണ് ഫോൾഡ് ചെയ്യുക, എങ്ങനെയാണ് നമുക്ക് ആളെ ഇരുത്തി ഉപയോഗിക്കുക, ഇതിൻ്റെ റിക്ലൈനിങ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളോ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഫ്രീഡത്തിൻ്റെ ഈ CP ചെയർ ഇതിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള, നമ്മളെ തല എങ്ങോട്ടാണോ വരുന്നത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ആംഗിളൊക്കെ മാറ്റാൻ പറ്റുന്ന ടൈപ്പ് നല്ലൊരു അടിപൊളി ഹെഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് ഹെഡ് റെസ്റ്റ് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഊരി മാറ്റം ചെയ്യാം കേട്ടോ. കാരണം ഇതിൻ്റെ ബാക്കിലൊരു സ്ക്രൂ വരുന്നുണ്ട്. ഈ സ്ക്രൂ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് ഇത് ഊരി മാറ്റാം. ഇതിൽ 2 സംഭവം വരുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ഒരെണ്ണം അഴിച്ചു മാറ്റി ഒരെണ്ണത്തിൽ മാത്രം ഇത് വെച്ച് ഉപയോഗിക്കാം. അതല്ല 2 എണ്ണം വേണ്ടവർക്ക് 2 എണ്ണം വെച്ച് ഉപയോഗിക്കാം. തീരെ വേണ്ടാത്ത ആൾക്കാരാണ് ഇത് ഫുള്ളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഴിച്ചു മാറ്റിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇതിലൂടെ ഇട്ടിട്ട് ഇവിടെ ലോക്ക് ചെയ്യുകയാണ് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ തല വരുന്ന ഭാഗത്തേക്ക് ഹെഡ് റെസ്റ്റ് വെച്ചിട്ട് ഇവിടെ ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇരിക്കുന്ന ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. CP എന്ന് പറഞ്ഞാൽ സെർബൽ പാസിലുള്ള കുട്ടികളാണ് ഇത് അധികം ഉപയോഗിക്കുക. അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബാലൻസ് ഉണ്ടാവില്ല. അപ്പോൾ ചെസ്റ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ചെസ്റ്റ് സപ്പോർട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ആളുടെ വണ്ണത്തിനും നീളത്തിനും ഒക്കെ അനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും, ടൈറ്റാക്കി വെക്കാൻ പറ്റും. അപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും ഇത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ വീൽ ചെയറിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഇതിലൊരു കുഷൻ വന്നിട്ടുണ്ട്. നോർമൽ വീൽ ചെയറിലൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 3 ഇഞ്ച് കനമുള്ള കുഷൻ ഉണ്ടാവുക. ഇത് ഏകദേശം ഒരു 4 ഇഞ്ച് 5 ഇഞ്ചോളം ഹൈറ്റുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല ഫോമിൽ വരുന്ന, ഇരിക്കാൻ നല്ല സുഖമുള്ള ഒരു കുഷൻ വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് സെൻറ്റർ ഭാഗത്ത് ഒരു എക്സ്ട്രാ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു ഭാഗം വന്നിട്ടുണ്ട്. ഇതെന്തിനാ വെച്ചാൽ ഈ കുട്ടികളൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ സംഭവം അല്ലെങ്കിൽ ഇങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ ഉരുതിപ്പോവും, ഇങ്ങനെ സ്ലിപ്പായി പോകുന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇതിലിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഈ ലോക്കായിട്ട് ഇവിടെ നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പൊങ്ങി നിൽക്കുന്ന ഒരു സംഭവം കൊടുത്തിട്ടുള്ളത്. ആളിതിലിരുന്ന് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് എന്ത് ചെയ്യും, എത്ര മുന്നിൽ ആഞ്ഞു പോയി കഴിഞ്ഞാലും ഇതിവിടെ ലോക്കായിട്ട് നിൽക്കും എന്നുള്ളതാണ്. ഇത് 18 ഇഞ്ചിലും അതുപോലെ തന്നെ 16 ഇഞ്ചിലും 17 ഇഞ്ചിലൊക്കെ ഈ വീൽ ചെയർ, 15 ഇഞ്ച് മുതൽ 20 ഇഞ്ച് വരെ ഈ വീൽ ചെയർ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിട്ട് നല്ല സപ്പോർട്ടോടുകൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു വീൽ ചെയറാണ് ഫ്രീഡത്തിൻ്റെ CP ചെയർ. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് റെസ്റ്റിലേക്ക് വരുമ്പം ഇവിടെ ഒരു ബാർ കൊടുത്തിട്ടുണ്ട്. ആ ബാറിലാണ് നമ്മൾ ഹെഡ് റെസ്റ്റ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഹെഡ് റെസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഊരി മാറ്റാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് റിക്ലൈനിങ് വരുന്നുണ്ട്. ഈ നമ്മുടെ ഇവിടെ പിടിച്ച് തള്ളുന്ന സ്ഥലത്ത് ചെറിയൊരു ലിവർ വന്നിട്ടുണ്ട്. ഇത് 2 സൈഡിലും വന്നിട്ടുണ്ട്. ഈ കാണുന്ന ലിവറും അതുപോലെ തന്നെ ഈ കാണുന്ന ലിവറും, ഈ 2 ലിവറിലും പിടിച്ച് ഇങ്ങനെ ഇതുപോലെ കണ്ടോ, ഇത് ജസ്റ്റ് നമുക്കിങ്ങനെ ഈസി ആയിട്ട് മുകളിലേക്ക് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു 3 സ്റ്റെപ്പ് നമുക്കിത് റിക്ലൈൻ ചെയ്യാൻ പറ്റും. ഇത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാരി കിടക്കുന്ന പോലെ. അങ്ങോട്ട് ഇങ്ങനെ സ്ലിപ്പായി പോകുന്ന ആളുകളാണെങ്കിൽ കുറച്ചിങ്ങനെ റിക്ലൈൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഒരു വിഷയം ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതൊരു 3 സ്റ്റെപ്പിൽ ഇങ്ങനെ വെക്കാൻ പറ്റും, 4 സ്റ്റെപ്പിൽ വെക്കാൻ പറ്റും. ഒരു സ്റ്റെപ്പ് കറക്റ്റ് ചാരിയിരിക്കുന്ന പോലെ ആയിരിക്കും. അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ കുറച്ച് ശകലം റിക്ലൈനായി വീണ്ടും നമുക്കൊരു സ്റ്റെപ്പ് കൂടി കൊണ്ടുവരാം. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ വരും. അങ്ങനെ ഒരു 4 സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സിമ്പിളായിട്ട് റിക്ലൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ലിവറിൽ പിടിച്ചുകൊണ്ട് നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്ക് റെസ്റ്റ് നമുക്ക് ഇത്രയും ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫൂട്ട് റെസ്റ്റിലേക്ക് വരാം. ഫൂട്ട് റെസ്റ്റും അതേപോലെ തന്നെ ഇവിടെ ഒരു സ്ക്രൂ ടൈപ്പ് ഒരു സംഭവം വരുന്നത്. ജസ്റ്റ് ലൂസായി കഴിഞ്ഞാൽ ഇത് ശകലം ഇങ്ങനെ മേളിലേക്ക് പൊക്കുക. കാണുന്ന സ്ക്രൂ നല്ലോണം ലൂസാക്കിയതിന് ശേഷം ഇങ്ങനെ മേളത്തെ ഒരു കോർണറിലേക്ക് ഇങ്ങനെ പൊക്കി പിടിക്കുക. അതിൻ്റെ ശേഷം ഇതിങ്ങനെ ഇതേപോലെ കണ്ടോ, ഇവിടെ കുറേ പല്ലുകൾ വരുന്നുണ്ട്. ഈ പല്ലിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്രയും ഭാഗം ഇതിങ്ങനെ മേളിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അത് ഫുള്ളായിട്ട് ഇങ്ങനെ കാല് നീർന്നിരിക്കുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ സ്റ്റെപ്പ് നമുക്ക് വേണ്ട രൂപത്തിൽ വെക്കാൻ പറ്റും കേട്ടോ. ഏത് പൊസിഷനിലാണ് നമുക്ക് ആവശ്യിച്ചാൽ ആ ഒരു പൊസിഷനിൽ കൊണ്ടുപോയി സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ അതിന് ഈ ലോക്ക് ശ്രദ്ധിച്ചാൽ മതി. ഇത് മനസ്സിലാക്കി എടുക്കണം എന്നുള്ളതാണ്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണമെന്ന് മനസ്സിലാക്കിയാൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 2 കാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിക്ലൈൻ ചെയ്യാൻ പറ്റും. അവിടെ അപ്പുറത്തെ സൈഡിലും ഇതേപോലെ തന്നെ ഒരു സ്ക്രൂ വരുന്നുണ്ട്.
അപ്പോൾ ഈ സൈഡിലേക്ക് വരുമ്പം ഈ സൈഡിലും അതേപോലത്തെ ഒരു സ്ക്രൂ വരുന്നുണ്ട്. അതിങ്ങനെ പൊക്കി പിടിച്ചു കഴിഞ്ഞാൽ ഈ കാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ പൊക്കി വെക്കാൻ പറ്റും. ഇത്രയും ഉയരത്തിലേക്ക് പൊക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാലും വളരെ ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, റിക്ലൈൻ ചെയ്തിട്ട് വെക്കാൻ പറ്റും എന്നുള്ളതാണ്. രണ്ട് കാലും ഇതേപോലെ നല്ല കറക്റ്റ് നീർന്നിരിക്കുന്ന പോലെ തന്നെ രണ്ട് കാലിലും റിക്ലൈൻ ചെയ്തിട്ട് ബാക്ക് റെസ്റ്റ് ഇത്രയും ചെരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൾക്കാർ അതിൽ ഇരുത്താൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കാല് ചില ആൾക്കാർ ഫുള്ളായിട്ട് നീർന്നിരിക്കേണ്ട ആവശ്യം വരില്ല. അപ്പം നമുക്ക് ഏത് ലെവലിലാണോ വേണ്ടിച്ചാൽ ആ ലെവലിൽ വെച്ചിട്ട്, ഇപ്പം ഈ ലെവലിലാണെങ്കിൽ ഈ ലെവലിൽ വെച്ച് നിർത്താം, ഈ ലെവലിൽ നിർത്താം. നമുക്ക് എവിടെയാണ് വേണ്ടിച്ചാൽ അവിടെ ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പം എല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു CP ചെയറാണ് ഫ്രീഡം നമുക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഫൂട്ട് റെസ്റ്റിൽ 2 കുഷൻ വന്നിട്ടുണ്ട്. കാലിങ്ങനെ ഫുള്ളായിട്ട് റിക്ലൈൻ ചെയ്തിട്ട് മേലേക്ക് വെക്കുമ്പം താഴേക്ക് കാല് വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള 2 കുഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര കാല് പൊക്കി വെച്ചാലും കാല് താഴേക്ക് വീണ് പോകത്തില്ല. അതുപോലെ തന്നെ ഇതിന് ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്. നമുക്ക് അറ്റാച്ച് ചെയ്യാനും ഡിറ്റാച്ച് ചെയ്യാനും പറ്റുന്ന ഒരു ഫൂട്ട് റെസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഡിറ്റാച്ച് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്. ഈ ലിവർ ജസ്റ്റ് ഇങ്ങനെ ആയിക്കൊണ്ട് ഈ സൈഡിലേക്ക് തിരിക്കുക. ഈ സൈഡിലേക്ക് തിരിച്ചിട്ട് ഇങ്ങനെ പൊക്കിയെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഫൂട്ട് റെസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ ഇവിടെയും ഇതിനൊരു ബെൽറ്റ് ഉണ്ട്. ഇത് എല്ലാവർക്കും ആവശ്യം ഉണ്ടാവില്ല, പക്ഷേ ചില ആളുകളുടെ കാലിങ്ങനെ താഴേക്ക് വീണ് പോകും, അല്ലെങ്കിൽ മുന്നിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ എങ്ങനെയാണോ അത് ഉപയോഗിക്കേണ്ടത്, താഴേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ബാക്കിലേക്ക് ഇട്ട് ഉപയോഗിക്കുക, അതല്ല മുന്നിലേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ മുന്നിലേക്ക് ഇട്ടിട്ടും ഈ ബെൽറ്റ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യാനും പറ്റും. അറ്റാച്ച് ചെയ്യാൻ നമുക്കൊന്നും ചെയ്യല്ല, ഈ സൈഡിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കൊടുത്തിട്ട് ഈ സംഭവം ഇവിടെ ലോക്ക് ചെയ്യുകയാണ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല അടിപൊളിയായിട്ട് പൗഡർ കോട്ട് ചെയ്തിട്ടുള്ള മൈൽഡ് സ്റ്റീലിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു CP ചെയറാണ് ഫ്രീഡം നമുക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളത്. നമുക്കിതിൻ്റെ വീലിലേക്ക് വരികയാണെങ്കിൽ നോർമലി CP ചെയറൊക്കെ വരുന്നത് വലിയ വീലിലായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ് കസ്റ്റമൈസ് ചെയ്തിട്ട് ചെറിയ വീലിൽ ആക്കിയതാണ് ഈ സംഭവം. ഇതിൻ്റെ നോർമൽ ടൈപ്പ് വരുന്നത് വലിയ വീലാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ ഇത് ഒരാൾ സെപ്പറേറ്റ് ഇങ്ങനെ കസ്റ്റം ചെയ്തിട്ട് ചെറിയ വീലാക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കമ്പനിയോട് സംസാരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് ചെറിയ വീലിലേക്ക് ആക്കിയതാണ്. ഇതിൻ്റെ ഫ്രണ്ട് വീല് വരുന്നത് 8 ഇഞ്ചിൽ ബ്ലാക്ക് ടയറാണ്. അതുപോലെ തന്നെ ബാക്ക് വീല് വരുന്നത് 12 ഇഞ്ചിൽ ബ്ലാക്ക് ടയറാണ്. ഇതിൻ്റെ ബ്രേക്ക് സിസ്റ്റം വരുന്നത് ഇവിടെയാണ്. നമുക്ക് കാലുകൊണ്ട് ചവിട്ടാൻ പറ്റുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ബ്രേക്ക് സിസ്റ്റം കൊടുത്തിട്ടുള്ളത്. ചെറിയ വീലാകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടോ. ജസ്റ്റ് ഒരു കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി കഴിഞ്ഞാൽ ഇത് ബ്രേക്കായി, ഇത് മൂവ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഇവിടെ അത് റിലീസ് ചെയ്യാനായിട്ട് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് അത് റിലീസാവും. വളരെ ഈസി ആയിട്ട് കാല് വെച്ച് ചവിട്ടി ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ്. അതായത് ഇത് ബൈസ്റ്റാൻഡർമാർ തള്ളിക്കൊണ്ടുപോകാനാണ് ഇതിൻ്റെ സംഭവം. ഈ ഡിസൈൻ ഈ ചെറിയ വീലാകൊണ്ട് നമുക്ക് എപ്പോഴും ബൈസ്റ്റാൻഡർമാർ തള്ളിക്കൊണ്ടുപോകുന്ന ഒരു വീൽ ചെയർ ആയിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് തള്ളിക്കൊണ്ടുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിൽ കാലുകൊണ്ട് ചവിട്ടുക. അപ്പോൾ ഇത് റിലീസ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇവിടെ റിലീസ് ചെയ്യാം. അങ്ങനെയാണ് അതിൻ്റെ ബ്രേക്ക് സിസ്റ്റം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് റിക്ലൈൻ ചെയ്ത് മുന്നിലേക്ക് തന്നെ ആക്കുകയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ആളുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ മുന്നിലേക്ക് ആക്കി വെച്ചു. അതുപോലെ തന്നെ നമുക്ക് ഫൂട്ട് റെസ്റ്റിലേക്ക് വരാം. നമുക്കിതിൻ്റെ ആംറെസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ക്ലിപ്പ് വരുന്നുണ്ട്, ഇവിടെ ഒരു നോബ് വരുന്നുണ്ട്. ഈ നോബിൽ അമർത്തി കഴിഞ്ഞാൽ ജസ്റ്റ് ആംറെസ്റ്റ് നമുക്ക് ബാക്കിലേക്ക് തന്നെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇതിലിരിക്കുന്ന ആളെ ബെഡിലേക്കൊക്കെ വലിച്ച് ഇരുത്തണം എന്നുണ്ടെങ്കിൽ ഈ സൈഡത്തെ ഈ സപ്പോർട്ട് കുഷൻ ഊരിയെടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലിരിക്കുന്ന ആളെ ബെഡിൻ്റെ അടുത്ത് വീൽ ചെയർ കൊണ്ടുപോയിട്ട് സൈഡ് ഓപ്പൺ ചെയ്തതിൻ്റെ ശേഷം എന്ത് ചെയ്യാൻ പറ്റും, ഇത് വലിച്ചിട്ട് നമുക്ക് ബെഡിലേക്ക് സ്ലൈഡ് ചെയ്തിട്ട് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ബെഡിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ ഇതിലേക്ക് ഇങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ലൈഡ് ചെയ്തിട്ട് മാറ്റാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ആംറെസ്റ്റ് ഫ്ലിപ്പ് ചെയ്യുന്ന രൂപത്തിൽ ഇതിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഫ്രീഡം CP ചെയറിൻ്റെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ബാക്കിൽ നമുക്ക് നല്ലൊരു പോക്കറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നൊരു പോക്കറ്റ് വരുന്നുണ്ട്. അതുപോലെ നേരെ താഴേക്ക് ടയറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ആൻറ്റി ടിപ്പർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിലേക്ക് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആൻറ്റി ടിപ്പർ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇറക്കത്തിലോ റാമ്പിലൊക്കെ നമ്മളിത് കയറ്റുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ലെവലിൽ വന്നാൽ ആൻറ്റി ടിപ്പർ അവിടെ നിലത്ത് കുത്തിയിട്ട് സംഭവം നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഇത് ബാക്കിലേക്ക് മറിഞ്ഞു പോകില്ല. അതുപോലെ തന്നെ ആൻറ്റി ടിപ്പർ നമുക്ക് ആവശ്യമില്ലാത്ത ആൾക്കാരാണ് ജസ്റ്റ് ഇവിടെ ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. അത് ജസ്റ്റ് താഴേക്ക് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഇതേപോലെ ഊരി മാറ്റാനും പറ്റും. ഈ കാണുന്ന ഒരു ബോൾട്ട് പോലെ സംഭവം ഇതിങ്ങനെ താഴേക്ക് അമർത്താൻ ചെയ്യാം. അപ്പോൾ തന്നെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിവിടെ കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്യാനും പറ്റും. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാം. വീടിനകത്ത് മാത്രമൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആൻറ്റി ടിപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല, സുഖമായിട്ട് ഉപയോഗിക്കാം. അല്ല പുറത്തു കൂടെയൊക്കെ നമുക്കിതിങ്ങനെ തള്ളിക്കൊണ്ടുപോകുമ്പോൾ ബാക്കിലേക്ക് മറിഞ്ഞു പോകുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ, റാമ്പൊക്കെ വരുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആൻറ്റി ടിപ്പർ ഇട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന, സിമ്പിളായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് വണ്ടിയുടെ ഡിക്കിലൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു CP വീൽ ചെയർ ആണിത്. അതും 12 ഇഞ്ച് ബാക്ക് വീലും 8 ഇഞ്ച് ഫ്രണ്ട് വീലും വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള മൈൽഡ് സ്റ്റീൽ പൗഡർ കോട്ട് ചെയ്തിട്ട് ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു CP ചെയറാണ് ഈ കാണുന്നത്. ഇത് ജസ്റ്റ് എങ്ങനെയാണ് എല്ലാം ഡിറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് മടക്കിയിട്ട് വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിലാക്കുക എന്നുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് ഫോൾഡ് ചെയ്യാനായിട്ട് ആദ്യം നമുക്കിതിൻ്റെ ഹെഡ് റെസ്റ്റ് ഒന്ന് ഊരി മാറ്റാം. ഹെഡ് റെസ്റ്റ് നമുക്ക് 2 രൂപത്തിൽ ഊരി മാറ്റാം. ഇവിടെ ഒരു ബാറിലാണ് ഈ ഹെഡ് റെസ്റ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ബാർ മൊത്തത്തിൽ നമുക്കിങ്ങനെ ഇത് ഊരാതെ തന്നെ അഴിച്ചു മാറ്റാൻ പറ്റും. ഇവിടെ ഒരു ഫ്ലവർ സ്ക്രൂ വരുന്നുണ്ട്. ആ ഫ്ലവർ സ്ക്രൂ ലൂസായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിവിടെ ജസ്റ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹെഡ് റെസ്റ്റോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ ജസ്റ്റ് അങ്ങനെ ഊരി മാറ്റാം. ഇത് ഫുള്ളായിട്ട് നമുക്ക് ഇതേ ഈ സെറ്റ് ഫുള്ളായിട്ട് എടുക്കാം. ഇനി അതെല്ലാം ആദ്യം ഹെഡ് റെസ്റ്റ് ഊരി മാറ്റിയിട്ട് ഇത് സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിലും എടുക്കാം. ഇത് നമുക്കിവിടെ ജസ്റ്റ് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ ചെസ്റ്റ് സപ്പോർട്ട് എന്ത് ചെയ്യാം, ഊരി മാറ്റാം. അത് ഒരെണ്ണം വെക്കാം. അപ്പോൾ നമ്മൾ ഈ സൈഡത്തെ ചെസ്റ്റ് സപ്പോർട്ട് ഊരി, അതുപോലെ തന്നെ ഈ സൈഡത്തെയും ജസ്റ്റ് ഇങ്ങനെ ആ ഫ്ലവർ സ്ക്രൂ ലൂസായിക്കൊണ്ട് നമ്മൾ ഊരിയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചു. ഇതൊക്കെ ആവശ്യമുള്ളവർക്കാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ചില ആൾക്കാർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ചില കുട്ടികൾക്ക് നിർബന്ധമായിട്ടും ഈ ചെസ്റ്റ് സപ്പോർട്ട് ആവശ്യമുണ്ടാവും. കാരണം ബാലൻസ് ഇല്ലാത്ത ആൾക്കാരാകുമ്പോൾ അവരെ ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇതിൽ സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോസ് ബെൽറ്റ് വേണമെങ്കിൽ അത് എക്സ്ട്രാ വാങ്ങിക്കാനായി കിട്ടും. നോർമലി സീറ്റ് ബെൽറ്റ് ഇതിൽ വരുന്നുണ്ട്. അപ്പം മുന്നിലേക്കോ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിട്ട് ഉപയോഗിക്കാം. വേണ്ടാത്ത ആൾക്കാർക്ക് റിലീസ് ചെയ്യാം. അതുപോലെ മടക്കുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് റിലീസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കുഷ്യൻ നമുക്ക് വെൽക്രൂ വെച്ച് ഒട്ടിച്ച കുഷ്യനാണ് ഇതിലുണ്ടാവുക. ഇതിങ്ങനെ വലിച്ചു ഊരാൻ പറ്റും. ഇവിടെ 2 സൈഡിലും വെൽക്രൂ വെച്ചിട്ട് ഇവിടെ ഒട്ടിച്ച് വെക്കുന്ന കുഷ്യനാണ്. നല്ല അടിപൊളി കുഷ്യനാണ് കേട്ടോ. കാരണം ഇരുന്ന് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് ഇരിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി മെമ്മറി ഫോമിലുള്ള കുഷ്യനാണ്. അപ്പോൾ നമ്മൾ ആ കുഷ്യനെ ഊരിയെടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, നമ്മൾ ഈ ഫുഡ് റെസ്റ്റും കൂടി ഊരിയെടുക്കണം. നേരത്തെ കാണിച്ച പോലെ ഇത് അൺലോക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് 2 ഫുഡ് റെസ്റ്റും ഇതേപോലെ നമുക്ക് ഊരി മാറ്റാം. ഈ ഫുഡ് റെസ്റ്റും നമുക്ക് ഇതേപോലെ 2 ഫുഡ് റെസ്റ്റും നമ്മൾ ഊരി മാറ്റി. ഇങ്ങനെ ഊരി മാറ്റിയതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇത്ര വലുപ്പമാണ് ഈ വീൽ ചെയർ ഉണ്ടാവുക ഇങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്ക്. ഇപ്പം എല്ലാവർക്കും ചില ആൾക്കാർ ഫുഡ് റെസ്റ്റ് ഉപയോഗിക്കേണ്ട ആവശ്യം വരാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് നിർബന്ധമില്ല ഈ ഫുഡ് റെസ്റ്റ് ഊരി വെക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഫോൾഡ് ചെയ്യാം. ആൻറ്റി ടിപ്പർ നമുക്ക് വേണമെങ്കിൽ ഊരി മാറ്റാം. ഇപ്പോൾ വണ്ടിയുടെ ഡിക്കിലൊക്കെ വെച്ച് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ഇത്ര വീതിയിൽ വെക്കാൻ പറ്റാത്ത ആൾക്കാരാണ് എന്ത് ചെയ്യുക, ആൻറ്റി ടിപ്പറും കൂടി ഊരി മാറ്റാം. അതിൻ്റെ ശേഷം ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ ഊരി മാറ്റിയതിൻ്റെ ശേഷം ജസ്റ്റ് നമ്മുടെ ഇരിക്കുന്ന കുഷ്യൻ ഉണ്ടല്ലോ, ഈ ഇരിക്കുന്ന കുഷ്യൻ്റെ ബാക്കിൽ അടിയിലും ഇവിടെ ഫ്രണ്ടിൽ അടിയിലും പിടിച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ മേളിലേക്ക് വലിക്കുക. എന്നിട്ട് ഈ സാധനം അടിയിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ നമുക്ക് ചുരുക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇത്ര ചെറുതാക്കിയിട്ട് ഈ സാധനത്തിനെ മടക്കാൻ പറ്റുന്നതാണ്. അതിനോട് കൂടെ ഇപ്പോൾ ഇത് ഫ്രണ്ടിൽ നിന്ന് കുറച്ചധികം ബാക്കിലേക്ക് ഇങ്ങനെ നിൽക്കാൻ കാരണം ഈ ആൻറ്റി ടിപ്പർ ഉണ്ടാവുകൊണ്ടാണ്. അപ്പം വണ്ടി ഡിക്കിലൊക്കെ വെക്കുമ്പോൾ പ്രയാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആൻറ്റി ടിപ്പർ രണ്ടും ഊരി കഴിഞ്ഞാൽ ഏകദേശം നന്നായിട്ട് തന്നെ നമുക്കിത് വീതി കുറഞ്ഞ രൂപത്തിൽ ഈ ഒരു രൂപത്തിൽ മടക്കിയിട്ട് ഏത് ചെറിയ വാഹനങ്ങളുടെ ഡിക്കിലും ഇത് പിക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ഈ CP ചെയറിൻ്റെ പ്രത്യേകത. അതിന് വേണ്ടിയിട്ട് ചെറിയ വീലാകുമ്പോൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വലിയ വീലാകുമ്പോൾ വീല് നമുക്ക് എന്ത് ചെയ്യണം, ക്വിക്ക് റിലീസ് ഉപയോഗിച്ച് ഊരി മാറ്റേണ്ടതായിട്ട് വരും. ഇതിന് വീല് ഊരി മാറ്റേണ്ട പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ വണ്ടിയിൽ നമ്മൾ വെക്കുമ്പോൾ എന്ത് ചെയ്യുക, ഇതിങ്ങനെ ബാക്കിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് സുഖമായിട്ട് അനങ്ങാത്ത രൂപത്തിൽ വീൽ ചെയർ വണ്ടിയുടെ ഡിക്കിലിരിക്കും. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയിട്ട് ഇനി എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ നിർത്തി ഉപയോഗിക്കണമല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ചില ആൾക്കാർ എന്ത് ചെയ്യും, അറിയാത്തതുകൊണ്ട് ഇവിടെയൊക്കെ പിടിച്ചുകൊണ്ട് വലിക്കും. അപ്പോൾ അതൊക്കെ വീൽ ചെയറിന് ദോഷം ചെയ്യണം. വലിച്ചാൽ ചിലപ്പോൾ നേരും, പക്ഷെ വീൽ ചെയറിന് ദോഷം ചെയ്യും. എപ്പോഴും വീൽ ചെയർ നിർത്തേണ്ടത് നമ്മൾ ഇരിക്കുന്ന കുഷ്യൻ്റെ മേളിൽ പിടിക്കുക, അതിങ്ങനെ വലിക്കുക. അത് വലിച്ചതിന് ശേഷം ഇവിടെ പിടിച്ച് താഴേക്ക് അമർത്തുകയാണ് ചെയ്യുക. ഒരിക്കലും ഈ ആംറസ്റ്റിൽ പിടിച്ച് വലിക്കരുത്. അത് ഏത് വീൽ ചെയർ ആണെങ്കിലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇവിടെ കൊടുന്ന് ലോക്ക് ചെയ്യുക. ഇത്ര പണിയുള്ള വീൽ ചെയർ വളരെ സിമ്പിളായിട്ട് നമുക്ക്
ഇത് നിർത്താനും മടക്കാനും പറ്റുന്ന രൂപത്തിലാണ്. അതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ ഊരി മാറ്റിയ സാധനങ്ങളൊക്കെ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ വീൽ ചെയർ ആയിട്ട് നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും. അതിനാദ്യമായിട്ട് ആദ്യം നമ്മൾ ബാക്കിൽ നിന്ന് ആൻറ്റി ടിപ്പർ ഊരിയിട്ടുണ്ടായിരുന്നു. ആൻറ്റി ടിപ്പർ ജസ്റ്റ് ഇതിൽ ലോക്ക് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വീൽ ചെയറിൽ ഇരുന്ന് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്ര പ്രയാസം വരുന്നത്. നോർമലി ആൾക്കാരാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് നമുക്കിതിൻ്റെ കുഷ്യൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ സീറ്റ് ബെൽറ്റ് ഇതിൻ്റെ അടിയിൽ പെട്ടുപോകരുത്. അത് രണ്ട് സൈഡിലും കിട്ടിയതിന് ശേഷം നമ്മൾ കുഷ്യൻ എന്ത് ചെയ്യാം, നമ്മൾ സുഖമായിട്ട് ഇവിടെ കൊടുന്നിട്ട് ഇതിൽ അറ്റാച്ച് ചെയ്യാം. ഇതേപോലെ അറ്റാച്ച് ചെയ്യാം. ഇത് നമുക്ക് അടുത്ത എന്നിട്ട് നമുക്ക് ഹെഡ് റെസ്റ്റ്, നമ്മൾ നേരത്തെ ഊരി മാറ്റിയ ഹെഡ് റെസ്റ്റ്, ഇവിടെ ഇവിടെ ഒരു ഗ്യാപ്പും ഇവിടെ ഒരു ഗ്യാപ്പും വരുന്നുണ്ട്. ആ രണ്ട് ഭാഗം നമ്മൾ ബാക്കിൽ 2 ഫ്ലവർ സ്ക്രൂ വരുന്നുണ്ട്. ആ ഫ്ലവർ സ്ക്രൂ കൊടുത്തിട്ട് ലോക്ക് ചെയ്യാണ് ചെയ്യുക. ഇവിടെ കൊളുത്തിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് അതിൽ കൊളുത്തുക. എന്നിട്ട് ഈ സംഭവം ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്യുമ്പോൾ ഹെഡ് റെസ്റ്റ് കറക്റ്റായിട്ട് നീർന്നു വരും. അതിൻ്റെ ശേഷം നമ്മൾ ഹെഡ് റെസ്റ്റിൻ്റെ ഇവിടെ ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെയും ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഹെഡ് റെസ്റ്റ് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ചെസ്റ്റ് സപ്പോർട്ട്, ഈ 2 സംഭവങ്ങൾ എടുക്കുക. അതിനുശേഷം നമ്മളെ ചെസ്റ്റ് സപ്പോർട്ട് 2 സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇട്ട് ലോക്കാക്കാം. അതേപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് നമുക്കിത് സിമ്പിളായിട്ട് ഇടാൻ പറ്റും. ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. ഇതേപോലെ ഇതിലിട്ട് ലോക്ക് ചെയ്യുക. ഇപ്പോൾ ഏകദേശം നമ്മൾ ആ ഫിറ്റിങ്സോ കഴിഞ്ഞു. ഇനി ഫൂട്ട് റെസ്റ്റ് മാത്രം ആണ് വെക്കാനുള്ളത്. 2 ഫൂട്ട് റെസ്റ്റ്, ജസ്റ്റ് ഫൂട്ട് റെസ്റ്റ് ആവശ്യമുള്ള ആൾക്കാർ മാത്രമാണ് ഫൂട്ട് റെസ്റ്റ് ഉപയോഗിക്കാൻ കേട്ടോ. ഇതിൻ്റെ റിക്ലൈനിങ് എന്ന് പറഞ്ഞാൽ ഇത് ഈ കാണുന്ന പോലെ നല്ല ലൂസാക്കിയിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ മേളിലേക്ക് പൊക്കി പിടിച്ചാൽ ഇങ്ങനെ ഫുള്ളായിട്ട് നിർത്താനും അതുപോലെ തന്നെ താഴ്ത്താനും നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത്, ഇവിടെ കുറേ പല്ലുകളാണ്, നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് താഴേക്കാക്കിയിട്ട് എന്ത് ചെയ്യുക, പഴയ പോലെ ടൈറ്റാക്കി വെക്കുകയാണ് ചെയ്യുക. ഇത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇങ്ങനെ ആക്കുന്നത്. നല്ലോണം ലൂസാക്കിയിട്ട് വേണം മേളിലേക്ക് പൊക്കാനായിട്ട്. അതിൻ്റെ ശേഷം കൊടുത്തിട്ട് താഴ്ത്തി കഴിഞ്ഞിട്ട് ഇത് മുറുക്കി നല്ലോണം ടൈറ്റ് ചെയ്ത് വെക്കുക. അതിൻ്റെ ശേഷം ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് ഈ സൈഡിൽ നിന്ന് തന്നെ ഫിറ്റ് ചെയ്യണം. ഒരിക്കലും നമുക്കിത് മുന്നിൽ നിന്ന് ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അങ്ങനെ ലോക്ക് വരുന്നത്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇട്ടതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് ലോക്ക് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതും നമുക്ക് എന്ത് ചെയ്യാം, ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കൊടുന്നതിന് ശേഷം ഇത് കൊണ്ടുവന്ന് ലോക്ക് ചെയ്യുക. കുഷ്യനും കാര്യങ്ങളൊക്കെ കറക്റ്റ് വെച്ചതിന് ശേഷം ആളെരുത്തിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ, നല്ല ഫൈൻ ക്വാളിറ്റിയിൽ, നല്ല പൗഡർ കോട്ട് ചെയ്ത് ബ്ലാക്ക് കളറിൽ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഒരു CP ചെയറാണ്. CP ചെയർ എന്ന് പറഞ്ഞാൽ സെർബൽ പാസ് ഉള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാം. അതുപോലെ പ്രായമായിട്ടുള്ള ആൾക്കാരെ എടുത്തിട്ട് ഉപയോഗിക്കാം. അതുപോലെ മറ്റസുഖം കൊണ്ട് ബാലൻസ് തീരെ കുറഞ്ഞ ആൾക്കാർക്ക്, ഇവിടെ സപ്പോർട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക്, അങ്ങനത്തെ ആൾക്കാർക്ക് ഉപയോഗിക്കാം. ഹെഡ് റെസ്റ്റ് വെച്ചിട്ടും ഹെഡ് റെസ്റ്റ് വെക്കാതെയും ഫൂട്ട് റെസ്റ്റ് വെച്ചിട്ടും ഫൂട്ട് റെസ്റ്റ് വെക്കാതെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ക്വാളിറ്റിയുള്ള ഒരു CP ചെയറാണ് ഫ്രീഡം നമുക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന വീൽ ചെയർ ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഫ്രീഡം ലൈഫുമായിട്ട് ഇതിൻ്റെ അടിയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഒരാഴ്ച കൊണ്ടൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഇത് ഡെലിവറി ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ എല്ലാ പാർട്സുകളും അവൈലബിൾ ആണ്. എന്ത് പാർട്സ് കംപ്ലൈൻറ്റ് വന്നാലും ഇതിൻ്റെ എല്ലാ പാർട്സ്, സ്ക്രൂ, നെറ്റ്, ബോൾട്ട്, സ്ക്രൂ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എപ്പോഴും വാങ്ങിക്കാനായിട്ട് പറ്റും. അതൊരിക്കലും കംപ്ലൈൻ്റ് ആയിട്ട് എന്തെങ്കിലും പാർട്സിൻ്റെ കുറവുകൊണ്ട് കേടായിട്ട് കിടക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പോളിസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്ലോത്തിലാണ് ഇതിൻ്റെയൊക്കെ അപ്പോളിസ്റ്ററി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ബെയറിങ്സും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് പെട്ടെന്നൊന്നും കേടുവരാത്ത രൂപത്തിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ വെള്ളത്തിലും കാര്യങ്ങളൊന്നും കുളിക്കാനൊന്നും ഉപയോഗിക്കുന്ന വീൽ ചെയർ അല്ല ഇത്. നോർമൽ യാത്രക്കും അതുപോലെ തന്നെ നമുക്ക് നോർമൽ ആൾക്കാരെ ഇരുത്തിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, വളരെ ഈസി ആയിട്ട് റിക്ലൈനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വീൽ ചെയർ ആണ്. അപ്പോൾ ഇത് വേണ്ട ആൾക്കാരൊക്കെ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വേണ്ടാത്ത ആൾക്കാർ, വീഡിയോ കാണുന്ന ആളുകളൊക്കെ മാക്സിമം ഇത് ആവശ്യമുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്തിട്ട് എത്തിക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളോ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.